കൂട്ടുകാരെ, ചെമ്പനീർ പൂവ് സീരിയലിലേക്ക് നായികയായിട്ട് രേവതി തിരിച്ചു വരണോ? അതായത് നമ്മുടെ പഴയ രേവതി, ഗോമതി പ്രിയ, ആ പ്രിയ മോള് തിരിച്ചു വരണോ? നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇപ്പോഴുള്ള റെബേക്ക എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ? എൻ്റെ ഒരു ഒപ്പീനിയനിൽ റെബേക്ക നല്ലൊരു ആക്ടറാണ്, നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രേക്ഷകർക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പഴയ നമ്മുടെ ഗോമതിയും സച്ചിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഇവർക്ക് അങ്ങോട്ട് വരുന്നില്ല എന്നാണ് എനിക്കും തോന്നണത്. മാക്സിമം ആക്ട് ചെയ്യുന്നുണ്ട് റബേക്ക, പ്രേക്ഷകർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പ്രേക്ഷകരെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോമതി പ്രിയയുടെ ഒരു ആക്ടിങ് എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവലാണ്. അത് റബേക്കയ്ക്ക് കിട്ടില്ല, യാതൊരു സംശയമില്ല. അപ്പം നല്ല നല്ലൊരു എപ്പിസോഡിലാണ് ചെമ്പനീർ പൂവ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്താ കാര്യം, ഈ രേവതിയുടെ കുറവുകൊണ്ട് ആളുകളത് കാണുന്നില്ല, എപ്പിസോഡ് വാച്ച് ചെയ്യണില്ല. ഇപ്പം തന്നെ കണ്ടില്ല, സച്ചിക്ക് ജോലിയൊന്നും ഇല്ല. സച്ചിക്ക് ഉണ്ടായിരുന്നൊരു കാറ് അത് നഷ്ടപ്പെട്ടു. ഫൈനാൻസുകാരനായിട്ടുള്ള പ്രശ്നത്തിൽ ആ കാർ നഷ്ടപ്പെട്ടു. പല സ്ഥലങ്ങളിലും ജോലി അന്വേഷിച്ച് പോയി, പക്ഷേ പുള്ളിക്കാരന് ജോലി കിട്ടണില്ല. ലാസ്റ്റ് വേറൊരു പരിചയത്തിലുള്ള ഒരു സാറായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ പുള്ളിക്കാരനോട് പറഞ്ഞു എന്തെങ്കിലും ഒരു ജോലി തന്നാൽ മതിയെന്ന്. അത്രയും താന്ന് ചോദിച്ചിട്ട് ആ പുള്ളിക്കാരനെ ഒരു ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകണം. ജോലി എന്നിട്ട് ആ കാറ് കഴുകലാണ് ജോലി. ഇപ്പോൾ ഏത് ജോലിയാണെങ്കിലും ചെയ്യാം. പക്ഷെ സച്ചിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. ജീവൻ്റെ ജീവനായിട്ടുള്ള ആ കാറ് നഷ്ടപ്പെടുകയും ചെയ്തു. ജോലി അന്വേഷിച്ച് ജോലിയും കിട്ടിയില്ല. വല്ലാത്തൊരു ഫ്രസ്ട്രേഷനിലൂടെയാണ് സച്ചി കടന്നു പോകുന്നത്. വീട്ടിലാണെങ്കിൽ ചന്ദ്രമതി മാസം 10,000 ആ ഒരു കണക്ക് പറഞ്ഞിട്ട് ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. രേവതിയുടെ തലയിൽ കയറിയിട്ട് രേവതി ലാസ്റ്റ് ഈ പറഞ്ഞ മാതിരി സച്ചിനെ അന്വേഷിച്ച് പോവാണ് 10,000 ചോദിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് സച്ചിനെ കാണാതാവുന്നത്. പിന്നീട് അനിയനോട് പറഞ്ഞിട്ട് സോറി കേട്ടോ, അനിയനോട് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണവള ഊരി കൊടുത്തിട്ട് അതൊരു 10,000 രൂപയ്ക്ക് പണയം വെച്ചിട്ടാണ് ആ പൈസ ചെക്കൻ കൊണ്ട് കൊടുത്തിട്ട് അതുകൊണ്ടാണ് രേവതി വീട്ടിലേക്ക് പോണത്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യ്. സീരിയൽ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? സീരിയലിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എങ്ങനെയാണ്? ഓക്കെ.